ഇതൊരു അടിപൊളി അടാറ് സാധനമാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടായി കഴിക്കണം. ഇതാണ് ലേസ് ചിക്കൻ. ആദ്യം നമുക്ക് വലിയ പ്രോസസ്സൊന്നുമില്ല. സാധാരണ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾക്ക് എന്താണോ ടേസ്റ്റ് ചിക്കൻ പൊരിക്കാൻ പറ്റുക അതൊക്കെ ഇട്ടിട്ട്, ഗരം മസാലയാണെങ്കിൽ അത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊക്കെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ അതിൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ ചിക്കൻ വളരെ സോഫ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ അതിൽ നേരെ പാൻ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഇട്ടു നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഈ ഒറ്റൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ആൻഡ് ലേസ് ഉള്ളൊരു സംഭവമാണെന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. എന്തായാലും ലേസ് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്തി സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. എന്നിട്ട് പച്ചക്കറി കഴിക്കാൻ മടിയിലെ കുട്ടികളൊക്കെ ഇതൊക്കെ കൊടുത്താൽ വളരെ ഈസിയായി കഴിക്കും. അപ്പോൾ ഇതിൽ വേണ്ടത് കക്കിരിക്കയും അതുപോലെ ഒരു ക്യാരറ്റ് പിന്നെ ഉള്ളി, ഈ 3 സാധനങ്ങൾ മതി. ഇടയ്ക്ക് ചിക്കനൊക്കെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ മറിച്ചിടുകയൊക്കെ ചെയ്യണം. വളരെ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് പൊരിച്ചെടുത്താലും മതി. ഇനി എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ പൊരിച്ചെടുത്താലും മതി. അതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിന് ടേസ്റ്റ് ചേരുന്ന മറ്റൊരു സംഭവമാണ്, ഇതൊക്കെ പച്ചക്കറികൾ മുറിക്കാൻ വളരെ ചെറുതായിട്ട് മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്യാരറ്റ് ആയിക്കോട്ടെ, ഉള്ളി ആയിക്കോട്ടെ, കുക്കുംബർ ആയിക്കോട്ടെ, എല്ലാം വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ പൊരിച്ച ചിക്കനൊക്കെ ഉണ്ടെങ്കിലേ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സിനൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ടേസ്റ്റ് മാത്രമല്ല, പച്ചക്കറികളൊക്കെ കൂടിയതുകൊണ്ട് നമുക്ക് കുറച്ച് ഹെൽത്തി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഈ ഒരു പച്ചക്കറിക്ക് അരിയുമ്പോഴേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ഈ ചിക്കൻ ഇങ്ങനെയല്ല, വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഈ ചിക്കനിൽ. ഇനി നമുക്ക് പൊരിച്ച ചിക്കനും നമ്മുടെ പച്ചക്കറിയൊക്കെ ആയി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലേസ് ചിക്കനിലേക്ക് കുറച്ച് മയണൈസ് ആവശ്യമുണ്ട്. അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പും, അതുപോലെ ഞാൻ പാലാണ് എടുത്തുള്ളത്. എനിക്ക് മുട്ട അത്ര ഇഷ്ടമല്ല. അപ്പോൾ പാലും അതുപോലെ 1, 2, 3 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും, ഈ സാധനങ്ങൾ ഒക്കെ കൂടിയിട്ട് മിക്സിയിൽ ഒരു 10-15 നേരം എണ്ണുന്ന വരെ ഒരു മിനിറ്റോ അത്രയൊക്കെ മതി. ഒന്ന് ജസ്റ്റ് നടിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വളരെ സൂപ്പറായിട്ട് നമ്മുടെ മയോണൈസ് കിട്ടും. ഇനിയിപ്പം നമുക്ക് അടുത്ത പ്രോസസ്സ് ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ വലിയ വലിയ പീസൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നന്നായിട്ട് അരിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. അത് ക്രഷ് ചെയ്ത് വരാൻ വേണ്ടിയേ പാടുള്ളൂ. പിന്നെയാണ് നമ്മുടെ യഥാർത്ഥ താരം എന്ന് പറയുക ലേസ്. എനിക്ക് ഈ ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ലേസ് പാക്കറ്റ് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ റെഡിയാക്കിയ ശേഷമാണ് നമ്മുടെ ലേസ് ചിക്കൻ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ആദ്യം പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തത് നന്നായിട്ട് വയ്ക്കുക. നമ്മുടെ പാത്രം നിറയെ ഇത് കൃത്യമായിട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ലെയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കറികളാണ്. പച്ചക്കറി നേരത്തെ മുറിച്ച് വെച്ച ഉള്ളിയും ക്യാരറ്റും കുക്കുംബറും, ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ നന്നായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഓരോ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എല്ലാ സാധനവും കൃത്യമായിട്ട് ഇനിയാണ് ഇതിൻ്റെ രീതിയിൽ തന്നെയാണ് സാധനം വരാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ലേസ്, അപ്പോൾ ലേസും എല്ലാ ഭാഗത്തേക്കും 50 രൂപയുടെ ലേസാണ് എടുത്തുള്ളത്. അതും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇട്ടുകൊടുത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഓൾമോസ്റ്റ് നമ്മുടെ ലേസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം നമ്മുടെ ടൊമാറ്റോ സോസും അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട ചേർക്കാത്ത പാല് കൊണ്ടുള്ള മയണൈസും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മയോണൈസും ചിക്കനും ഭയങ്കര കോമ്പിനേഷൻ അല്ലേ. ചിക്കൻ ബേർഡ്സും മയോണൈസൊക്കെ കൂടി തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം ഇതൊക്കെ അതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലേസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് വീട്ടിലുണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസും വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും.
അത് കുറച്ച് പണിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനൊക്കെ പൊരിച്ച ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ബാലൻസ് ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം മാത്രമാണ് ഈ ലേസ് ചിക്കൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഈ ലോഡഡ് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ലോഡഡ് ഫ്രൈസിൽ ഈ ചിക്കൻ ഉണ്ടാവില്ല, അത്രക്കൊന്നും ചിക്കൻ ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അതിനേക്കാൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ലേസ് ചിക്കൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ എത്ര കഴിച്ചാലും മതിയാവുകയും ചെയ്യില്ല. നമ്മൾ ഇന്നുണ്ടാക്കി നാളെ ഉണ്ടാക്കാൻ തോന്നിപ്പോവും, അത്ര ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.